കെപിസിസി പ്രസിഡന്റാവാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവുമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ്. പാർട്ടി അധ്യക്ഷനാവാൻ യോഗ്യത മാത്രമല്ല ഭാഗ്യവും വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. പഴയകാലത്ത് അണികൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ നേതാവ് സ്വയം നേതാവാകുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കെപിസിസിയുടെ പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ 68 ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം. ഏറ്റവും സീനിയറാണ് ഞാൻ. പക്ഷെ എന്നെ കെപിസിസി പ്രസിഡന്റ് ആക്കണം, ഞാനാണ് അതിന് യോഗ്യൻ, അതൊന്നും ഞാൻ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ കെപിസിസി പ്രസിഡന്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ്? ഞാൻ 68 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആള് കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട്, എം പി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു എം പി ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം, ഭാഗ്യം ഒരു ഘടകമാണ്. എവറി ഡോ ഹാസ് എ ഡേ ആൻഡ് ദേ വിൽ കം. വി വിൽ ഹാവ് ടു വെയിറ്റ്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് പരിചയക്കുറവുണ്ടെന്നും കെ മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് പ്രധാന ഘടകമാണ്. നേതാവ് പരിപാടിയുമായി ഉയർന്നു വരേണ്ടതാണ്. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ശേഷം കോൺഗ്രസിലെത്തിയ ആളാണ് സുധാകരനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. എല്ലാവർക്കും ആ അടിത്തറ വേണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ല, എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ ഘടകമാണ്. പാരമ്പര്യം അതാണല്ലോ യൂണിറ്റ് പ്രസിഡന്റ്, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ യൂത്ത് കോൺഗ്രസ് വന്ന് യൂത്ത് കോൺഗ്രസിൽ. അപ്പം പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവും. അനുഭവം ഗുരു തദൈവ എന്നാണ്. അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ്. അപ്പോൾ ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ പരിചയക്കുറവുണ്ടാകും, സ്വാഭാവികമാണ്. അത് ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. നമ്മൾ എന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി, സുധാകരൻ എന്ന എൻട്രി, മനസ്സിലായോ? അദ്ദേഹം 1986 കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഇന്ദിരാഗാന്ധി മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കാസർഗോഡ് തന്നെ വീണ്ടും മത്സരിക്കുമെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ഇടതുകോട്ടയായി അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് തനിക്ക് ഏറ്റവും അനുകൂല സാഹചര്യമാണ്. കാസർഗോഡ് തിരിച്ചടിയുണ്ടാകുമെന്ന സർവേ റിപ്പോർട്ടുകളിൽ വസ്തുതയില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും കാസർഗോഡ് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്, അവിടെ മത്സരിക്കണം എന്നുള്ള രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത്. കാസർഗോഡ് 2024 ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണം. ജോസ് വിഭാഗം UDF ഇടുന്നത് ഒഴിവാക്കാമായിരുന്നു. ജോസ് വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല എന്ന ലീഗ് നേതാവ് PMA സലാമിന്റെ വിമർശനം തള്ളി. PMA സലാമിന്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാന്ന് പറയില്ല. KM മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയത് നമ്മൾ ഒരു അപ്രതീക്ഷിതമായ നടപടിയായിപ്പോയി. അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു, അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു. UDF സംവിധാനത്തിൽ KM മാണിയുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് തിരിച്ചു വരാൻ കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസിൽ ആർക്കും അതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേർന്നത്. സജിത്ത്, ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പല വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നേതൃത്വത്തിനെതിരെ വിമർശനവുമുണ്ട്. കെ മുരളീധരൻ എന്താണോ പറഞ്ഞു വെച്ചത്, കെ സുധാകരനെ ഏത് രീതിയിലാണ് വിമർശിച്ചത്, സമാനമായ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പരിചയക്കുറവാണ് ഇരുവരും എടുത്തു കാണിച്ചത്. എങ്ങനെയാണ് കാണേണ്ടത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ? രഞ്ജിനി, നമ്മുടെ കാസർഗോഡ് ലേഖകൻ KV ബൈജുവിന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചില തുറന്നു പറച്ചിലുകൾ. രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, നിലവിലുള്ള MP, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന വ്യക്തി ഇങ്ങനെ നേതൃത്വത്തിനെതിരെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ 2 പ്രസ്താവനകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റേത് ഏറെ ശ്രദ്ധേയമായി മാറുന്നത്. ഒന്ന്,
ഈ കെ സുധാകരന് KPCC അധ്യക്ഷ പദവിയിൽ പരിചയക്കുറവുണ്ട് എന്ന ആക്ഷേപം കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ അത് പരസ്യമാക്കിയിരുന്നു. സമാന നിലപാട് തന്നെ ഇക്കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും സ്വീകരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കെ സുധാകരന് പരിചയക്കുറവുകളുണ്ട്. അദ്ദേഹം പടിപടിയായി ഉയർന്നു വരേണ്ട ഒരു വ്യക്തിയാണ് നേതാവെന്നാൽ, പക്ഷേ സുധാകരൻ അങ്ങനെയല്ല വന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം മാത്രം കോൺഗ്രസിൽ വന്ന ഒരാളാണ് കെ സുധാകരൻ എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ അദ്ദേഹം ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ തനിക്കും അതിന് അർഹതയും ആഗ്രഹവുമുണ്ട് എന്ന് തൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പിന് കാലത്ത് പോലും ഇത്തരമൊരു നിലപാടെടുക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായി എന്നത് ഒരുപക്ഷെ വളരെ പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഈ കൂടുതൽ വിവാദങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ കടക്കാതിരിക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. മറ്റൊരു പശ്ചാത്തലത്തിലാണെങ്കിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകളിലേക്കും പോകേണ്ട ഒരു വിഷയമായി കോൺഗ്രസിൽ ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഒപ്പം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്, തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ താൻ കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ല. നേതൃത്വത്തെ താൻ വിലയിരുത്തി ഒരു പരസ്യമാക്കൽ നടത്തിയാൽ അത് പൊതുവിൽ ക്ഷീണകരമാണ് പാർട്ടിക്ക് എന്നതിനാൽ താൻ അതിന് തയ്യാറാവുന്നില്ല എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സഹിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ്. ഓരോ സീറ്റും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് കേരളത്തിൽ ഇപ്പോൾ 15 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അതിലൊരു സീറ്റ് കുറഞ്ഞാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നേതൃത്വത്തിനെതിരെ നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയൊക്കെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? പ്രത്യേകിച്ചും മുരളീധരന്റെ വിമർശനം നമ്മൾ കണ്ടു. ഹസനോട് അതിനുള്ള പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമല്ല ഉണ്ടായത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും സമാനമായ പ്രതികരണം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. പ്രത്യേകിച്ചും സൈത്ത് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കൂടുതൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ നേതൃത്വത്തിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് ഈ ഒരു ഘട്ടമായതിനാൽ ഇവരൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് കോൺഗ്രസ് ഈ വിഷയങ്ങൾ ഇനി ഒരു ഇടപെടൽ വേണ്ടത്? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഏത് രീതിയിൽ ഒരു പ്രതികരണമാണ് നേതാക്കൾ അച്ചടക്കത്തോടുകൂടി നടത്തേണ്ടത്? തീർച്ചയായും ഈ തുറന്നു പറച്ചിലുകൾ ഈ നേതാക്കളുടെ പ്രസ്താവന കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കും, തർക്കമില്ലത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വലിയ ജാഗ്രത പുലർത്തി ഇക്കാര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവാതെ നിലപാടെടുക്കാനായിരിക്കും പൊതുവിൽ നേതാക്കൾ ശ്രമിക്കുക. രണ്ട് നേതാക്കൾ, ഒന്ന് കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും, നമുക്കറിയാം അവരുടെ കഴിഞ്ഞകാല മാധ്യമങ്ങളുടെ പ്രതികരണവും മറ്റും ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന സ്വഭാവത്തിലുള്ളവരാണ് രണ്ടുപേരും. ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അവർ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ, ചില എതിർപ്പുകൾ, നേതൃത്വത്തോടുള്ള ഭിന്നത, അതൊക്കെ വളരെ ശക്തമാണ് എന്ന് സൂചന നൽകുന്നതാണ്. പക്ഷേ ഇതിലും എത്രയോ ശക്തമായി തങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറയാതെ പറഞ്ഞാണ് ഈ നേതാക്കൾ അവസാനിപ്പിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നേതൃതലത്തിലും ഒപ്പം തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലുമൊക്കെ ഇത് പരസ്യമായി വീണ്ടും വന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പൊതുവാക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ തവണ ഈ ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ശക്തമായ ഒരു ഇടത്ത് വിജയിച്ചു കയറിയ ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. സംസ്ഥാനത്ത് അങ്ങനെ വിജയിച്ചു കയറിയ മറ്റു മണ്ഡലങ്ങളുമുണ്ട്. ആലത്തൂർ, പാലക്കാട് പോലെയുള്ള അപ്രതീക്ഷിത തോൽവി ഇടതുപക്ഷത്തിന് ഉണ്ടായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കോൺഗ്രസ് ഒരു അട്ടിമറി വിജയമാണ് ആ സ്ഥലങ്ങളിൽ ഉണ്ടായത്. അവിടെയൊക്കെ തിരിച്ചടി ഇത്തവണ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ സുനിൽ കനുകുലു നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കാസർഗോഡ് എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ തള്ളുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാസർഗോഡ് തൻ്റെ കൈവെള്ളയിലാണ്. ആ ജനങ്ങൾ താനുമായുള്ള വലിയ ആത്മബന്ധത്തിലാണ്. തനിക്ക് അവിടെ നിരന്തരമായ ഇടപെടലുകളുണ്ട്, ശക്തമായ സാന്നിധ്യം തൻ്റേത് അവിടെ ഉണ്ട് എന്നതൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവകാശപ്പെടുന്നത്. എന്തായാലും താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന പ്രത്യേകത കൂടി ഈ ഉണ്ണിത്താൻ്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട